ഇന്നേ ഞാനൊരു പുൽക്കൂട് ഉണ്ടാക്കാനായിട്ട് പോവുകയാണേ. അതിന് വേണ്ടിയിട്ട് വേറെ വലുതായിട്ട് വില കൊടുത്തൊന്നും സാധനം വാങ്ങുന്നില്ല. അതിന് വേണ്ടിയിട്ട് മിക്സിയൊക്കെ വരുന്ന ഒരു ബോക്സ് ഞാൻ ഒന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ആദ്യം. ഇതാ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് ഡെക്കറേഷൻസൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് എടുക്കട്ടെ. ആദ്യമായിട്ട് ഇതിൻ്റെ ഈ മുകൾ ഭാഗം ഒന്ന് ഒരു വീടിൻ്റെ ഷേപ്പ് വരാൻ വേണ്ടിയിട്ട് ഒന്ന് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അത് ഇനി സൈഡിൽ നിന്ന് വെട്ടിയെടുത്ത ഭാഗം ഇതിൽ ഒരു താങ്ങായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാ കണ്ടോ, അങ്ങനെ ഇരിപ്പുണ്ട്. എന്നിട്ട് ഇതാ ഇത് ഇങ്ങനെ ഒരു വീട്ടിൻ്റെ ഒരു ഷെയ്ഡ് പോലെ മുകൾ ഭാഗം വന്നിട്ടുണ്ട്. ഇനി ഇതിലാണ് കുറച്ച് ഡെക്കറേഷൻസൊക്കെ ചെയ്യാനുള്ളത്. അപ്പോൾ ഞാൻ അതിലോട്ടൊന്ന് കിടക്കട്ടെ. ഇതാ ഇതിൻ്റെ മുകൾ ഭാഗത്തൊക്കെ കുറച്ച് ഫെവിക്വിക്കൊക്കെ ഞാൻ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ കുറേശ്ശെ കോട്ടൺ ഒന്ന് ഒട്ടിച്ച് വയ്ക്കാവേ. ഇതാ കോട്ടണൊക്കെ വെച്ചിട്ട് അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് നീറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകം എല്ലാം നമുക്ക് ക്ലിയർ ചെയ്യണം. അപ്പോൾ ഓരോന്നായിട്ട് ഒന്ന് ചെയ്ത് നോക്കാം. എന്തൊക്കെ പറ്റുമോ അതെല്ലാം നമുക്ക് ഇതിലോട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ഇതിനകവും കുറച്ച് ടിഷ്യൂ ഒക്കെ വെച്ചിട്ട് ക്ലിയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ഫെവിക്കോളൊക്കെ വെച്ച് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ടിഷ്യൂ ഒന്നും പറന്ന് പോകത്തില്ല. അപ്പോൾ ഇതിനകം ഏകദേശം ആയിട്ടുണ്ട്. ഇനി കുറേ ഡെക്കറേഷൻസിനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് വയ്ക്കാം. ഇതാ ഇതിൻ്റെ രണ്ട് സൈഡും ഡബിൾ സൈഡ് സെല്ലോ ടേപ്പ് ഒന്ന് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലൊക്കെ ഡെക്കറേഷൻസ് നമുക്ക് ഇതിൽ തൂക്കിയിടാൻ പറ്റും. ഓക്കെ, ആ ബോക്സിനകത്തൂടെ ഒരു കമ്പി സ്ട്രൈറ്റ് രണ്ട് സൈഡിൽ ഒരു സൈഡിൽ കൂടെ കയറ്റിയിട്ട് മറു സൈഡിലും വന്നിട്ട് തിരിച്ച് കുറച്ച് തോരണങ്ങളെല്ലാം ഇതാ നമ്മളിതിൽ തൂക്കിയിട്ടിട്ടുണ്ട്. അത് ഓരോന്നോരോന്നായിട്ട് ഓരോ സൈഡിലായിട്ട് ഇടാം. ഇനിയുണ്ട് അകത്ത് കുറേ തോരണങ്ങൾ ചെയ്യാനായിട്ട്. അപ്പോൾ ആദ്യം ഈ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഒരു 3-4 ബോൾസ് ഇരിപ്പുണ്ട്. അതൊക്കെ അകത്തോട്ടൊന്ന് ഒട്ടിച്ച് വയ്ക്കാം. ഞാനിതാ രണ്ട് സൈഡുള്ള സെല്ലോ ടേപ്പ് അതിൽ ഒട്ടിച്ചിട്ടുണ്ട്. ഡബിൾ സൈഡ് സെല്ലോ ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ട്. അതിലോട്ടൊക്കെ ഒന്ന് ഒട്ടിച്ച് വയ്ക്കാവേ ആ ബോൾസിനെ. ഇത് അതിനകത്തോട്ടൊക്കെ ഞാനൊന്ന് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം അകത്തുള്ള ഡെക്കറേഷൻസ് തീരാറായിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ പുറം ഈ കവറെല്ലാം ഒന്ന് മറയ്ക്കണം. അതിന് വേണ്ടിയിട്ട് ഇനി അതിലോട്ട് കിടക്കാം. ഓക്കെ, ഇനി ഡെക്കറേഷനുള്ള കുറച്ച് ഇത് ഗിഫ്റ്റ് ബോക്സ് അറിയാമല്ലോ, അതുണ്ട്. കുറച്ച് ബോൾസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇതിൻ്റെ ഈ സൈഡിലോട്ട് ഒന്ന് ഒട്ടിക്കാനുള്ള പരിപാടിയിലോട്ട് കിടക്കാം. ഓക്കെ, അങ്ങനെ നമ്മുടെ ഗിഫ്റ്റ് ബോക്സുകളെല്ലാം ആ മുകൾ ഭാഗത്ത് ഇതാ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ താഴ്ഭാഗത്ത് ബോൾസ് ഒട്ടിക്കാം. ഇതാ കുറേ അധികം ഡെക്കറേഷൻസ് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ ഉണ്ട്. ഇതാണ്ടോ ഇത്രയും ആയിട്ടുണ്ട്. ഇനിയും കുറച്ച് സാധനങ്ങളുണ്ട്. അതും കൂടെ ഒന്ന് വെച്ചോട്ടെ. അപ്പോൾ ഇതിനകം ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട്. അകം മാത്രമല്ല പുറവും ഒക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതാ കണ്ടോ, ഒരു റാന്തലൊക്കെ കെട്ടിയിട്ടുണ്ട്. എല്ലാം റെഡി ആയിട്ടുണ്ട്. ഏകദേശം പുൽക്കൂട് നമ്മുടെ അടിപൊളി ഉണ്ണിയേശുവിൻ്റെ വീട് റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് മേക്കപ്പ് പണികളും കൂടെ ഉണ്ട്. അതും കൂടെ ഒന്ന് ചെയ്തോട്ടെ. അങ്ങനെ നമ്മുടെ പുൽക്കൂട് റെഡി ആയിട്ടുണ്ട്. കാശൊന്നും മുടക്കാതെ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന വെറും കുറേ സാധനങ്ങൾ കൊണ്ടിട്ട് നല്ലൊരു പുൽക്കൂട് റെഡിയാക്കിയിട്ടുണ്ട്. കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ അവർക്കത് വേണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ ഞാനത് വെറുതെ ഇരുന്ന സമയത്ത് ഞാനന്ന് ഉണ്ടാക്കി വെച്ചത്. കാശൊന്നും കളഞ്ഞില്ല. ഇതെല്ലാം പഴയ സാധനങ്ങളാണ്. കഴിഞ്ഞ വർഷമൊക്കെ അലങ്കരിക്കാനായിട്ട് വാങ്ങിയ സാധനങ്ങളിൽ അടിപൊളി ഒരു പുൽക്കൂട് ഇതാ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ.